പാകിസ്ഥാൻ പട്ടാളം ഇതാ ഇന്ത്യയുടെ സിലിഗുരി കോറിഡോർ അങ്ങ് പിടിച്ചെടുക്കാൻ പോവുകയാണ്. ഇന്ത്യക്ക് എന്തോ വലിയ അപകടം വരാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം വാർത്തകൾ നാഷണൽ മീഡിയാസിലടക്കം കാണുകയുണ്ടായി. സത്യത്തിൽ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് വളരെയധികം നിരാശയാണ് തോന്നിയത്. കാരണം നമ്മുടെ മാധ്യമങ്ങൾ എത്ര നിരുത്തരവാദപരമായിട്ടാണ് വാർത്തകൾ കൊടുക്കുന്നത്. പാകിസ്ഥാന്റെ ചാരസംഘടനയായിട്ടുള്ള ISIയുടെ തലവൻ ബംഗ്ലാദേശിലെത്തി എന്നതായിരുന്നു ഈ വാർത്തകൾക്കെല്ലാം തന്നെ അടിസ്ഥാനമായിട്ട് ആദ്യം ഉണ്ടായത്. ഈ ബംഗ്ലാദേശിലേക്ക് ഇയാൾ എത്തുകയും ഈ ബംഗ്ലാദേശിലുള്ള ഇന്റലിജൻസ് വിഭാഗവുമായിട്ടും മിലിറ്ററിയുടെ ആൾക്കാരുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇതേ തുടർന്ന് ഇവിടെ ഒരു വാർത്ത വന്നത് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്റലിജൻസ് വിവരങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു ധാരണയിലേക്ക് പോകുന്നു എന്നതായിരുന്നു വാർത്ത. ഇതിന്റെ ചുവട് പിടിച്ച് എവിടെ നിന്നാണ് ഈ സിലിഗുരി കോറിഡോർ പാകിസ്ഥാൻ ഇതാ മാന്താൻ പോകുന്നു എന്ന തരത്തിലൊരു വാർത്ത വന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ സിലിഗുരി കോറിഡോർ പോയിട്ട് ഇന്ത്യയുടെ 1 ഇഞ്ച് ഭൂമി പിടിച്ചെടുക്കാനുള്ള ഒരു ശേഷി പാകിസ്ഥാൻ ഇന്നില്ല. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ അറിയാവുന്നവർ തന്നെയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ. പക്ഷെ എന്തുകൊണ്ടോ അനാവശ്യമായ ഭീതി ഇവര് സൃഷ്ടിക്കുന്നതിലൂടെ ഇന്ത്യ തന്നെയാണ് പരിഹസിക്കപ്പെടുന്നത്. ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ നമുക്ക് ഇത്ര വലിയൊരു ഇരയാണോ? ഇപ്പോ ഇവിടെയാണ് ചൈനീസ് മാധ്യമങ്ങളിൽ അവിടുത്തെ ഗവൺമെന്റ് നിയന്ത്രണം നിലനിർത്തുന്നതിന്റെ ആവശ്യകതയൊക്കെ നമുക്കും തോന്നുന്നത്. കാരണം പലപ്പോഴും അനാവശ്യമായ ഭീതി മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരു പക്ഷേ അവരുടെ സർക്കുലേഷന് വേണ്ടിയിട്ട്, വ്യൂസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് മറ്റു ഭാഷകളിൽ, ഇപ്പൊ മലയാളം ഭാഷ പൊതുവെ നമ്മൾ മലയാളികളെ കേൾക്കുന്നെങ്കിലും പറയാം, പൊതുവെ ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ അത് രാജ്യാന്തര തലത്തിൽ ആളുകൾ ശ്രദ്ധിക്കും. അപ്പൊ ഇത്രയ്ക്ക് ദുർബലമാണോ ഇന്ത്യ എന്നൊരു ചോദ്യമല്ലേ അത് ഉയർത്തുക. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമ്മുടെ ഈ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് പാകിസ്ഥാനും അല്ലെങ്കിൽ ചൈനയ്ക്കും ബംഗ്ലാദേശിനും ഒക്കെ ചിലപ്പോൾ നോട്ടമുള്ള നമ്മുടെ ഒരു വീക്ക് പോയിന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. വീക്ക് പോയിന്റ് എന്ന് നമ്മൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിലിഗുരി കോറിഡോറിന്റെ ചില ഭാഗങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നേപ്പാളിനും ബംഗ്ലാദേശിനും ഇടയിലുള്ള ആ ഒരു വീതി എന്ന് പറയുന്നത്, ഇന്ത്യയുടേതായിട്ടുള്ള പ്രദേശത്തിന്റെ വീതി എന്ന് പറയുന്നത് ഏതാണ്ട് 20 കിലോമീറ്റർ ഒക്കെയാണ്, 22 കിലോമീറ്റർ ഒക്കെയാണ്. അപ്പോഴും മനസ്സിലാക്കേണ്ടത് 20 മീറ്ററിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്, 22 കിലോമീറ്ററിനെ കുറിച്ചാണ്. അപ്പൊ അത് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. 22 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം വലുത് തന്നെയാണ്. പക്ഷെ നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബംഗ്ലാദേശിന്റെയും നേപ്പാളിന്റെയും ആ ഒരു ഇടയിലായിട്ട് വളരെ വീതി കുറഞ്ഞൊരു ഭാഗമായിട്ടാണ് നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ കാണുന്നത്. പക്ഷെ നമ്മൾ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ മാപ്പിൽ കാണുന്ന പോലെയല്ല, അത്യാവശ്യം വിസ്തൃതിയുള്ള ഒരു പ്രദേശം തന്നെയാണ് സിലിഗുരി കോറിഡോർ. പക്ഷെ അവിടെ ഈ സിലിഗുരി കോറിഡോർ ഇതാ പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് ലക്ഷ്യമിടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ ഇവിടെ അതിർത്തിയൊന്നുമില്ല. പാകിസ്ഥാൻ കിടക്കുന്നത് എവിടെയാണ്, ബംഗ്ലാദേശ് കിടക്കുന്നത് എവിടെയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈവൻ ഇപ്പോൾ പാകിസ്ഥാന്റെ ചാരസംഘടനയുടെ ഈ ISIയുടെ അവരുടെ ഇപ്പോഴത്തെ ലീഡറിന് ബംഗ്ലാദേശിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയാണ് ഇപ്പോഴുള്ളത്. അതായത് ഒരിക്കലും അദ്ദേഹത്തിന് ടിബറ്റിലൂടെ നേരെ മ്യാൻമാർ വഴി ബംഗ്ലാദേശിലേക്ക് പോകാനായിട്ട് കഴിയില്ല. കാരണം അങ്ങനെ പോകണമെങ്കിൽ പോലും അവിടെ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കിടപ്പുണ്ട്, അതിനെ മറികടക്കേണ്ടി വരും. ഇനി അതല്ലാതെ ടിബറ്റ് വഴി നേരെ മ്യാൻമാറിലേക്ക് വന്ന് മ്യാൻമാറിൽ നിന്ന് ബേ ഓഫ് ബംഗാളിൽ വന്ന് അവിടെ രാജ്യാന്തര അതിർത്തിയിലൂടെ പറന്ന് ബംഗ്ലാദേശിലേക്ക് പോകുക എന്ന് പറയുന്നതും അസാധ്യമാണ്. കാരണം അവിടുത്തെ ഭൂപ്രകൃതി അതിന് അനുവദിക്കാത്തതുകൊണ്ട് അതുവഴിയുള്ള ഒരു എയർവേ നമുക്ക് കിട്ടില്ല. അത് തന്നെയാണ് പ്രശ്നം. അപ്പൊ ഇപ്പൊ നിലവിൽ ഈ പാകിസ്ഥാനിൽ നിന്ന് അവരുടെ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനോ ആർക്കെങ്കിലുമോ ബംഗ്ലാദേശിൽ വരണമെങ്കിൽ ഇന്ത്യ ചുറ്റിയേ വരാൻ പറ്റൂ. അറേബ്യൻ സീയിലൂടെ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അറേബ്യൻ സീയിലൂടെ ബംഗാൾ ഉൾക്കടൽ വഴി ബംഗ്ലാദേശിലേക്ക് പോകാം, രാജ്യാന്തര അതിർത്തിയിലൂടെ. കാരണം ഇവിടെ ഒരുപാട് പ്രദേശങ്ങൾ, അറേബ്യൻ സീയിലാണെങ്കിലും ബേ ഓഫ് ബംഗാളിലാണെങ്കിലും ഒരുപാട് സമുദ്ര പ്രദേശങ്ങൾ ഇന്ത്യയുടേതാണ്. അപ്പോൾ ഇവർക്ക് അതുകൊണ്ട് തന്നെ ആ ഇന്ത്യൻ അതിർത്തി കടന്ന് രാജ്യാന്തര അതിർത്തിയിലൂടെ മാത്രമേ പോകാൻ പറ്റൂ. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ നല്ല ടേംസിലല്ല, അതുകൊണ്ട് ഇന്ത്യക്ക് അകത്തുകൂടി ഒരിക്കലും പോകാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇവര് പോയി എന്നുള്ളത് ശരിയാണ്. അവര് ബംഗ്ലാദേശിലേക്ക് എത്തുകയും അവിടെ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ ഇന്ത്യക്കാരെ മനസ്സിലാക്കേണ്ടത്, ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്, പാകിസ്ഥാൻ മറ്റൊരു രാജ്യമാണ്, ശ്രീലങ്ക മറ്റൊരു രാജ്യമാണ്. ഈ രാജ്യങ്ങൾക്കൊക്കെ തന്നെ അവരുടേതായിട്ടുള്ള ഫോറിൻ പോളിസി ഉണ്ടാകും. ഭരണകൂടങ്ങൾ മാറുന്നതനുസരിച്ച് അവരുടേതായിട്ടുള്ള നയങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം. ജിയോ പൊളിറ്റിക്സിനകത്ത് നമുക്ക് സ്ഥിരമായ സുഹൃത്തുമില്ല, ശത്രുവുമില്ല. അപ്പൊ ഇന്നിപ്പോ ബംഗ്ലാദേശിലെ ഭരണകൂടം ഇന്ത്യക്കെതിരാണ്. കുറച്ചു നാളെ മുമ്പ് വരെ അങ്ങനെ ആയിരുന്നില്ല. നാളെയും അവര് ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല. പുതിയ ഭരണകൂടം വന്നാൽ ഇന്ത്യക്ക് ഒപ്പമാകാം. ഇപ്പൊ ഒരു ഉദാഹരണം നമ്മുടെ മാലിദ്വീപ് തന്നെ, ഇന്ത്യക്കെതിരായിരുന്ന ഒരു സർക്കാർ ഇന്ന് ഇന്ത്യക്ക് അനുകൂലമായി മാറി. ശ്രീലങ്ക, നേപ്പാൾ, ഇതിങ്ങനെയാണ്. ജിയോ പൊളിറ്റിക്സിൽ ഭരണകൂടങ്ങൾ മാറുന്നതനുസരിച്ച്, കാലം മാറുന്നതനുസരിച്ച് റിലേഷൻഷിപ്സിൽ വ്യത്യാസം വരും.
ഒരിക്കൽ പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയെ ആക്രമിക്കാൻ കപ്പൽ പറഞ്ഞുവിട്ട അമേരിക്ക ഇന്ന് ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ്. ഇന്നൊരിക്കലും അമേരിക്ക അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഇന്ത്യക്കെതിരായിട്ട്. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് പാകിസ്ഥാനുമായി സഹകരിക്കാം. അവരുടെ മിലിറ്ററി ജനറലോ ഇനി അവരുടെ സൈനികരോ അല്ലെങ്കിൽ അവരുടെ ചാര സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളോ ബംഗ്ലാദേശിൽ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കിടന്ന് അങ്ങ് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ ആശങ്കപ്പെടുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമ്മൾ ദുർബലമാണെന്നല്ലേ. നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ, നമ്മൾ പവർഫുൾ ആണെങ്കിൽ നമുക്കതിൽ ആശങ്ക തോന്നേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യയുടെ ഏജൻസികൾ ഈ നീക്കങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്തിട്ട് അയ്യോ അവരിതാ ഒന്നിക്കുന്നു, ഇന്ത്യയുടെ സിലിഗുരി കോറിഡോർ ഇതാ പിടിക്കാൻ പോകുന്നു എന്ന് പറയാൻ ഇന്ത്യൻ മിലിറ്ററിയുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് ഒന്നാന്തരം തോക്കുകളും പീരങ്കികളും മിസൈലുകളും ഒക്കെയാണ്, അല്ലാതെ മരിച്ചിനി കമ്പല്ല. അപ്പൊ അതുകൊണ്ട് ഇവരിങ്ങോട്ട് പിടിക്കാൻ വരുമ്പോൾ എന്നാൽ നിങ്ങൾ പിടിച്ചോന്നും പറഞ്ഞ് കൈയും കെട്ടി നോക്കി നിൽക്കില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ചൈന എന്ന് പറയുന്നത് പാകിസ്ഥാനേക്കാൾ എത്ര മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. ഇന്ത്യയുടെ ലഡാക്ക് അതിർത്തിയിൽ ചൈനയുമായിട്ടുണ്ടായ സംഘർഷത്തിൽ എന്താണ് ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്ന് ചൈന മനസ്സിലാക്കുകയും ഒടുവില് ചൈന ഇന്ത്യ പറഞ്ഞെടുത്ത് ഇന്ത്യ എന്താണോ ഡിമാൻഡ് ചെയ്തത് ആ ഡിമാൻഡ് അംഗീകരിച്ച് ആ തർക്ക പ്രദേശത്ത് നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്തു. നമ്മൾ ഏറ്റവും ഒടുവിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു കാര്യമാണത്. ഇന്ത്യയുടെ ഡിമാൻഡ് ആയിരുന്നു. 2020 ഗാൽവാൻ വാലി സംഘർഷത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മോശമായി തുടരാൻ കാരണം തന്നെ ഇന്ത്യയുടെ കടുംപിടുത്തമാണ്. ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. ചൈനീസ് ആപ്ലിക്കേഷനുകളൊക്കെ നിരോധിച്ചത് മാത്രമല്ല, ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് വരെ നിയന്ത്രണം ഏർപ്പെടുത്തി. ആഭ്യന്തര ഉൽപാദനത്തിനെയും തദ്ദേശീയ പ്രൊഡക്റ്റുകളെയും നമ്മൾ വളരെയധികം സപ്പോർട്ട് ചെയ്തു. ചൈനയ്ക്കെതിരായിട്ടുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കി. ചൈനയുടെ ശത്രു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തി. ചൈനയുടെ ശത്രു രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വരെ കൊടുത്തു നമ്മൾ. അപ്പൊ ചൈനയ്ക്കെതിരെ വലിയ കളികൾ ആ സമയത്ത് ഇന്ത്യ കളിച്ചു. ചൈന നിരന്തരം പറഞ്ഞു തർക്കങ്ങൾക്കിടയിലും നമുക്ക് സഹകരിക്കാമെന്ന്. ഇന്ത്യ ചെവിക്കൊണ്ടില്ല. ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഡിമാൻഡ് ഉണ്ട്. 2020 ഗാൽവാൻ സംഘർഷത്തിന് മുമ്പ് എന്തായിരുന്നോ സ്ഥിതി അതിലേക്ക് ചൈനീസ് പട്ടാളക്കാർ പോകണം. അതായത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ബഫർ സോൺ പോലെ നിൽക്കുന്ന തർക്ക പ്രദേശങ്ങളിൽ പെട്രോളിംഗ് നടത്താൻ വന്നിട്ട് ഇത് ഞങ്ങളുടേതാണെന്നും പറഞ്ഞും പോകാതെ തമ്പടിച്ച ചൈനക്കാരും ഇന്ത്യയുമായിട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഒടുവില് ചൈനയ്ക്ക് ആ പ്രദേശങ്ങൾ ഉപേക്ഷിച്ച് 2020 മുമ്പ് എന്തായിരുന്നോ അതിർത്തി ആ അതിർത്തിയിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടി വന്നു. അങ്ങനെ ചൈനയ്ക്ക് പോകേണ്ടി വന്നെങ്കിൽ നോക്കൂ ഇന്ത്യയുടെ സ്ട്രെങ്ത് എത്രയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. 2025 നമ്മളിപ്പോ സംസാരിക്കുമ്പോഴുള്ള ഇന്ത്യ 1962 ഇന്ത്യ അല്ല. ഇന്ത്യയേക്കാൾ 5 മടങ്ങ് GDP കൂടുതലുണ്ട് ചൈനയ്ക്ക്. പക്ഷെ എന്നിട്ട് പോലും ഇന്ത്യയുടെ മിലിറ്ററി പവർ ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം. ആ ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്ന് വിളിക്കുന്ന സിലിഗുരി കോറിഡോർ മറ്റേ ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടെ വന്നങ്ങ് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ അതൊക്കെ വെറും അടിസ്ഥാനമില്ലാത്ത ചിന്തകളാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ ഇന്ത്യയേക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് ബംഗ്ലാദേശാണ്. കാരണം ചിക്കൻ നെക്ക് എന്ന് പറയുന്ന നമ്മുടെ സിലിഗുരി കോറിഡോർ എക്സ്പാൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനുള്ള ഒരു അവസരം നമുക്ക് കൊണ്ട് തരാതിരിക്കേണ്ടതാണ് ബംഗ്ലാദേശ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എങ്ങാനും ബംഗ്ലാദേശ് പാകിസ്ഥാന്റെയോ വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെയോ വാക്ക് കേട്ടുകൊണ്ട് ഇന്ത്യ എങ്ങാനും ആക്രമിക്കുകയാണെന്ന് കരുതുക. സിലിഗുരി കോറിഡോറിനോട് ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശിന്റെ തലഭാഗമുണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇന്ത്യ ഇങ്ങ് എടുക്കും. ബംഗാൾ ഉൾക്കടലില് അവർക്ക് അതിർത്തിയുള്ള പ്രദേശങ്ങൾ, ചിറ്റഗോങ് അടക്കമുള്ള പ്രദേശങ്ങൾ ഇവർക്ക് അങ്ങ് നഷ്ടപ്പെടും. ഇന്ത്യയുടെ മിസോറാമിന് താഴോട്ട്, ത്രിപുരയ്ക്കും മിസോറാമിനും താഴോട്ട് ചിറ്റഗോങ് റീജിയൻ കൂടി ഇന്ത്യയുടെ കയ്യിലിരിക്കും. അതോടെ ഇന്ത്യയുടെ വലിയൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൂടിയാകും. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ധൈര്യമായിട്ട് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ട്രേഡ് നടത്താൻ പറ്റും. നമുക്ക് അനായാസം ചിലവ് ചുരുക്കിയുള്ള യാത്രകൾ സാധ്യമാകും. ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനവും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കുറെ കൂടി ഉരുക്കുപോലെ ഉറച്ചതാകും. ഇപ്പോഴത്തെ ആ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്ന ആ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ, ആ പ്രതിസന്ധി അങ്ങ് ഇല്ലാതെയാകും. സത്യത്തിൽ ഈ മണ്ടന്മാര് ഇന്ത്യ ആക്രമിക്കാതിരിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. ഇവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി ഇന്ത്യ എന്തായാലും ഉപയോഗിക്കും. പ്രത്യേകിച്ച് ഈ 4 വർഷം അമേരിക്കയുടെയോ സഖ്യരാജ്യങ്ങളുടെയോ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഭീഷണിയും ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് ഈ വിഷയത്തില്. കാരണം ട്രംപ് ഓൾറെഡി രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ബംഗ്ലാദേശിന്റെ കുറെ ഭാഗങ്ങൾ പിടിച്ചു എന്ന് പറഞ്ഞ് ട്രംപ് ഒരിക്കലും ഉപരോധവുമായിട്ട് വരാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യ ഇങ്ങോട്ട് ബംഗ്ലാദേശ് ആക്രമിക്കുന്നതാണ് സിറ്റുവേഷൻ എങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഇത് അടിസ്ഥാനമില്ലാത്തൊരു ആശങ്കയാണ്. പക്ഷെ ഒരു കാര്യം ശരിയാണ്, ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ വളരെയധികം അടുക്കുന്നുണ്ട്. അതിന്റെ കാരണം യൂനിസ് സർക്കാരാണ്. മതപരമായ കാരണങ്ങളുണ്ട്, ചരിത്രപരമായ കാരണങ്ങളുമുണ്ട്. കാരണം 1971 ആ യുദ്ധത്തിൽ ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്നതിന് മുമ്പ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ പാകിസ്ഥാൻ എപ്പോഴും അത് തിരിച്ച് ആ ഒരു സഹകരണം കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കും. അത് അവരുടെ ചരിത്രപരമായ ഒരു പശ്ചാത്തലം അതിന്റെ പുറകിലുണ്ട്.
അതിനവർ ശ്രമിക്കും. എല്ലാ രീതിയിലും ബംഗ്ലാദേശുമായിട്ട് സഹകരിക്കാൻ ശ്രമിക്കും. കാരണം എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയുടെ സ്വാധീനം ഇപ്പോൾ ബംഗ്ലാദേശിൽ വളരെ കുറവാണ്. കാരണം ഭരണകൂടം അവാമി ലീഗ് മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഭരണകൂടവുമായിട്ട് ഇന്ത്യക്ക് അത്ര നല്ല ബന്ധമല്ല ഉള്ളത്. അതുകൊണ്ട് പാകിസ്ഥാൻ അവിടെക്കാർ കളിക്കാൻ നോക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കി അതിനെ കൗണ്ടർ ചെയ്യാനും ഇന്ത്യക്ക് സാധിക്കും. ഇതിപ്പോ അവരുടെ മറ്റേ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവൻ ISI ചീഫ് അവിടെ പോയി എന്നും പറഞ്ഞിട്ട് ഇന്ത്യക്ക് ഒരു ചുക്കും വരാനില്ല. ഇന്റലിജൻസ് വിവരങ്ങൾ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ സിലിഗുരി കോറിഡോറിന്റെ എന്തെങ്കിലും വിവരങ്ങൾ ഷെയർ ചെയ്യുമായിരിക്കും. ചെയ്തോട്ടെ, ഇവിടെ നേരിട്ട് വന്ന് പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ അങ്ങനെ നോക്കിയാൽ ഇന്ത്യക്ക് ഭീഷണി ഉണ്ടെന്ന് പറയാവുന്നത് ചൈന. ഈ ഭൂട്ടാനും സിക്കിമിനും ഇടയിൽ ചൈനയ്ക്ക് അതിർത്തിയിലെ കുറച്ച് ഭാഗങ്ങൾ ചൈനയ്ക്കുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ സിലിഗുരി കോറിഡോറിലേക്കുള്ള ഡിസ്റ്റൻസ് കുറച്ച് കുറവാണ്. ഇത് പറയുമ്പോഴും ഒരുപാട് കിലോമീറ്ററുകൾ ഉണ്ട്. നമ്മൾ ഈ മാപ്പിൽ കാണുമ്പോൾ നമുക്ക് കുറച്ചേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വലിയൊരു രാജ്യമാണ്. ഈ പറയുന്ന പോലെ ഒന്നും എളുപ്പമല്ല. മാത്രമല്ല ചൈന ഒരിക്കലും ഈ അടുത്തൊരു 5-10 വർഷത്തിൽ ഒരിക്കലും ചൈന ഇന്ത്യക്കെതിരെ വരാൻ പോകുന്നില്ല. ആദ്യം ചൈനയ്ക്ക് വേണ്ടത് തായ്വാനാണ്. തായ്വാൻ എടുക്കുന്നത് വരെ ഒരിക്കലും ചൈന ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിന് ആഗ്രഹിക്കുക പോലുമില്ല. കാരണം അത് അവർക്കറിയാം അതൊരു വലിയ ദുരന്തമായി തീരുമെന്ന്. അതിലുപരിയായിട്ട് നമ്മുടെ മിലിറ്ററി ക്യാപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല. ഇന്ത്യയുടെ അത്യാധുനികമായ ആയുധങ്ങൾ അത് ചൈന വളരെയധികം ഭയപ്പെടുന്ന ഒന്നാണ്. അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഇന്ത്യയുമായിട്ടൊന്നും ചൈന ഒരു യുദ്ധവും ആഗ്രഹിക്കില്ല. ചൈനീസ് എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ദുരന്തമായിരിക്കും. ഇന്ത്യ ചൈന യുദ്ധമുണ്ടായാൽ കൂടാതെ ആയുധങ്ങൾ തന്ന് സഹായിക്കാൻ അമേരിക്കയും സഖ്യരാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം ഉണ്ടാകുമെന്നും ചൈനയ്ക്ക് അറിയാം. കാരണം എങ്ങനെയെങ്കിലും ചൈന മുടിഞ്ഞു പോയാൽ മതി എന്നാണല്ലോ അവരാഗ്രഹിക്കുന്നത്. എങ്ങനെ യുക്രൈൻ ആയുധങ്ങൾ കൊടുക്കുന്നു അതുപോലെ ഇന്ത്യക്ക് ആയുധങ്ങൾ തരാൻ US-ഉം സഖ്യരാജ്യങ്ങളും മുന്നിൽ തന്നെ ഉണ്ടാവും. യുക്രൈനെ പോലെ അല്ല ഇന്ത്യ. ഇന്ത്യ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. US-ന്റെയും വെസ്റ്റേൺ രാജ്യങ്ങളുടെയും ആയുധങ്ങളുടെ സപ്ലൈ കൂടി വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അറിയാം ചാമ്പലായി പോകുമെന്ന് അവര്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ബുദ്ധിമോശം ചൈന കാണിക്കാൻ പോകുന്നില്ല. ഇന്ത്യ ആക്രമിക്കുക എന്ന് പറയുന്നത് അത് ചൈനയാണ് ചെയ്യുന്നെങ്കിൽ ചരിത്രപരമായ വിഡ്ഢിത്തമായിട്ട് അത് മാറുകയും ചെയ്യും. ഇനി ബംഗ്ലാദേശ് ആണെങ്കിലോ പാകിസ്ഥാന്റെയോ ചൈനയുടെയോ സപ്പോർട്ട് കിട്ടും, ആയുധങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ് ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ദുരന്തമായിരിക്കും അത്. കാരണം ഒരിക്കലും അങ്ങനെ വലിയ രീതിയിലുള്ള ആയുധ സപ്ലൈ ചെയ്യാനുള്ള ഒരു ശേഷിയൊന്നും ഈ പറയുന്ന പാകിസ്ഥാന് ഇല്ല ബംഗ്ലാദേശിന് കൊടുക്കാനായിട്ട്. മറ്റൊരു കാര്യം, ഇന്ത്യ ആക്രമിക്കാനുള്ള ശേഷി പാകിസ്ഥാന് തീരെയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ആദ്യം കശ്മീരിൽ ആക്രമണം നടത്തണ്ടേ. കശ്മീരിൽ ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് വരാത്ത പാകിസ്ഥാൻ സിലിഗുരി കോറിഡോർ പിടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിസ്ഥാനവും അതിനകത്തില്ല. പക്ഷേ ഇത്തരം കൺസേൺസ് ഉണ്ട്. പക്ഷെ നമ്മുടെ മാധ്യമ റിപ്പോർട്ടുകൾ പലതും ഇന്ത്യയുടെ സിലിഗുരി കോറിഡോർ അവരെടുത്തുകൊണ്ട് പോകുന്നു, ഇന്ത്യയുടെ മണ്ണിലേക്ക് പാകിസ്ഥാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു വാർത്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.